നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. മെയ് മാസത്തെ പെൻഷനായ 3200 രൂപ എന്നാണ് അവരുടെ അക്കൗണ്ടുകളിലെത്തുക. അതുപോലെ തന്നെ അക്കൗണ്ടിലെത്തിയതിനു ശേഷം കൈകളിൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കൈകളിൽ പെൻഷൻ എന്നാണ് എത്തുക? പെൻഷൻ കൊണ്ടുവരുന്ന ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും രൂപത്തിലുള്ള പണം തിരിച്ചു നൽകണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ നൽകണോ? അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആവുക എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസങ്ങളിലെ അറിയിപ്പുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗവൺമെൻറ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിലെ പെൻഷനായ 1600 രൂപയും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയുണ്ടായിരുന്ന 1600 രൂപയും കൂടി 3200 രൂപ ശനിയാഴ്ച 10 മണിയോട് കൂടി തന്നെ അവരുടെ അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത് 20-ാം തീയതിയോട് കൂടി തന്നെ അവരുടെ അക്കൗണ്ടിലെത്തുമെന്നുള്ളതാണ്. എന്നാൽ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പോൾ 3 ദിവസം കൂടി വൈകിയിട്ടുള്ളത്. അടുത്ത ശനിയാഴ്ചയോട് കൂടി തന്നെ അവരുടെ അക്കൗണ്ടിൽ പണം എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും അവസാനമായി ലഭിച്ച അറിയിപ്പുകൾ. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് മസ്റ്റിംഗ് പൂർത്തിയാക്കിയ, അതുപോലെ തന്നെ എല്ലാ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും പാലിച്ചവർക്കായിരിക്കും പണം ആദ്യം ലഭിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ അപ്രൂവൽ ആകുന്നുണ്ട്. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായി, അതുപോലത്തെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഇപ്പോൾ അപേക്ഷ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ അപ്രൂവൽ ആകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. സർക്കാരിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അത് പെൻഷനായാലും ശരി, റേഷൻ സാധനങ്ങളായാലും ശരി, എന്ത് ആനുകൂല്യങ്ങൾക്കും നമുക്ക് അർഹതയുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ പണവും അതിൻ്റെ പലിശയും കൂടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അത് പെൻഷനായാലും ശരി, റേഷൻ സാധനങ്ങളായാലും ശരി, എന്ത് കാര്യങ്ങൾക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇനി ചിലപ്പോൾ 1-2 മാസങ്ങൾ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകില്ല. പിന്നീട് അവർ കണ്ടെത്തുന്ന സമയങ്ങളിൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ റേഷൻ സാധനങ്ങളായാലും ഇനി പെൻഷൻ പണമായാലും ശരി, നമുക്ക് അർഹതയുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാതെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പെൻഷൻ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന അരിക്ക് അനുസരിച്ചുള്ള പണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടാണ് നമ്മുടെ വാട്സപ്പിലും മറ്റും അറിയിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.